രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ISRO ചാരക്കേസിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സിബി മാത്യൂസ്. നിർഭയം ഒരു IPS ഓഫീസറുടെ ഓർമ്മക്കുറിപ്പ് എന്നു പേരിട്ടിരിക്കുന്ന ആത്മകഥയിലാണ് വെളിപ്പെടുത്തലുകൾ. കേസിൽ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് നിക്ഷിപ്ത താൽപര്യമുണ്ടായിരുന്നു. കെ കരുണാകരന്റെ വിശ്വസ്തനായിരുന്ന പോലീസ് ഓഫീസർ രമൺ ശ്രീവാസ്തവയെ അറസ്റ്റ് ചെയ്യാൻ IB നിർബന്ധം പിടിച്ചിരുന്നെന്നും സിബി മാത്യൂസ് പറയുന്നു. ചാരക്കേസിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്ന സൂചനയാണ് സിബി മാത്യൂസ് എഴുതുന്നത്. അടുത്തയാഴ്ചയാണ് ആത്മകഥ പുറത്തിറങ്ങുക. മദ്യശാലകൾ തുറക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി വേണമെന്ന ചട്ടം എടുത്തുകളയാനുള്ള ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെച്ചു. കഴിഞ്ഞയാഴ്ചത്തെ മന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത്. പഞ്ചായത്ത് രാജ് നിയമത്തിൽ ഇതിനായി ഭേദഗതി വരുത്തും. കഴിഞ്ഞ UDF സർക്കാരാണ് മദ്യശാലകൾക്ക് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ അനുമതി നിർബന്ധമാക്കിയത്. ഈ നിബന്ധന എടുത്തുകളയുന്നതിനെതിരെ ക്രൈസ്തവ സഭകൾ കടുത്ത പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇത് പരിഗണിക്കാതെയാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമുണ്ടായത്. താൻ ഇസ്ലാം മതത്തെ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം സാക്കിർ നായിക്കാണെന്ന് മതം മാറ്റത്തിലൂടെ വിവാദ നായികയായ ആതിര മറുനാടൻ മലയാളിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇസ്ലാം മതത്തെ ഇഷ്ടപ്പെട്ടത്. ക്ലാസ്സിലുണ്ടായിരുന്ന മറ്റു കുട്ടികളുടെ മതരീതികളായിരുന്നു ഇതിന് കാരണമെന്നും ആതിര പറഞ്ഞു. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ IS എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വഴി ഇങ്ങനെ കേട്ടപ്പോൾ അവർ പറഞ്ഞത് എന്നോട് IS എന്ന് പറഞ്ഞിട്ട് ശരിക്കും മുസ്ലിംസ് അല്ല അത് ചെയ്യുന്നത്, അത് ശരിക്കും ജൂതന്മാരാണ്. അവിടുത്തെ ജൂതന്മാർ മുസ്ലിംസിനെ വെറുതെ തരം താഴ്ത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവരാണ് ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ജൂതന്മാരാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന ഒരു സങ്കല്പമാണ് എൻ്റെ അടുത്ത്. അപ്പോൾ എൻ്റെ വിചാരം ഇതൊന്നും ISISലെ ആളുകൾ ചെയ്യുന്നതല്ല, ഫുൾ എല്ലാം ഈ ജൂതന്മാരായ ആളുകൾ ചെയ്യുന്നതാണെന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു എനിക്ക്. ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം തിരികെ ഹിന്ദു മതത്തിലേക്ക് വന്ന ആതിരയുടെ വിവാദ വെളിപ്പെടുത്തലുകൾ ഇന്നലെ മറുനാടൻ മലയാളി പ്രസിദ്ധീകരിച്ചിരുന്നു. മതം മാറ്റി ഒരു ജിഹാദിയെ കൊണ്ട് വിവാഹം ചെയ്ത ശേഷം തന്നെ യമനിലേക്ക് കടത്താനായിരുന്നു പദ്ധതിയെന്ന് സംശയിക്കുന്നതായും ആതിര പറഞ്ഞിരുന്നു. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം വായിക്കാൻ മറുനാടൻമലയാളി.com സന്ദർശിക്കുക. പുഴയ്ക്കൽ ശോഭ സിറ്റിയിൽ സെക്യൂരിറ്റിക്കാരനെ കൊന്ന വ്യവസായി നിഷാമിനെ രക്ഷിക്കാൻ നാട്ടിൽ പൊതുയോഗം. തൃശൂർ അന്തിക്കാട്ടെ മുട്ടിച്ചൂർ സെന്റർ മൻഹൽ പാലസിലായിരുന്നു യോഗം. നാട്ടുകാരുടെ പൊതുകാര്യപ്രിയൻ എന്ന നിഷാമിനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് യോഗം വിളിച്ചു ചേർത്തത്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിഷാമിന് പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെടാനാണ് യോഗത്തിന്റെ തീരുമാനം. 22 സ്ത്രീകളടക്കം 109 പേർ ക്രൂരനായ കൊലപാതകയെ രക്ഷിക്കാൻ രംഗത്തു വന്നിരിക്കുന്നത്. അതേസമയം പ്രതിഷേധവുമായി സെക്യൂരിറ്റി ജീവനക്കാരും കൊല്ലപ്പെട്ട ചന്ദ്രബോസിന്റെ ബന്ധുക്കളും യോഗസ്ഥലത്ത് എത്തിയിരുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പൃഥ്വി 2 മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലാണ് ആണവായുധശേഷിയുള്ള മിസൈൽ പരീക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം തീപിടിച്ച് കത്തിനശിച്ച ചെന്നൈയിലെ ചെന്നൈ സിൽക്ക് ഷോറൂം പൊളിച്ചു തുടങ്ങി. കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടായതിനാലാണ് പൊളിക്കുന്നത്. KSRTC മലബാറിൽ നിന്ന് കർണാടകയിലേക്ക് പുതിയ 61 സർവീസുകൾ തുടങ്ങുന്നു. പ്രതിദിനം 1 കോടി രൂപയുടെ വരുമാന വർധന ലക്ഷ്യമിട്ടാണ് തീരുമാനം.